നബിയെ തങ്ങളുള്ള ഒരു സ്ഥലം അവിടെ പിഴവ് സംഭവിക്കൂല, അവിടെ ഇരുളുണ്ടാവില്ല, വെളിച്ചമായിരിക്കും. അല്ലാഹുവേ, നീ ഞങ്ങൾ അങ്ങനെ ആക്കി തരണം റഹ്മാനെ, നീ ഞങ്ങൾ അങ്ങനെ ആക്കി തരണം റഹ്മാനെ. റസൂലുള്ളാഹിന്റെ മൗലിദ് നമ്മൾ എല്ലായിടത്തും മധുകൾ പാടി പറയണം. പള്ളിയിൽ മാത്രമല്ല, മദ്രസകളിൽ മാത്രമല്ല, നമ്മുടെ വീടാന്തരം ഹബീബായ മുത്തിന്റെ മധുകൾ പാടി പറയണം. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം ഒക്കെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. റസൂലുള്ളാഹിന്റെ മൗലിദ് വീട്ടിലും ഓതണം, പള്ളിയിൽ മാത്രമല്ല, അത് നമ്മുടെ സ്ഥാപനങ്ങളിൽ മാത്രമല്ല, വീട്ടിലും അതുപോലെ പരിസരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഒക്കെ നമ്മൾ പാരായണം ചെയ്യപ്പെടണം. എങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല, കള്ളന്റെ ശല്യം ഉണ്ടാവില്ല, മാത്രമല്ല നമുക്ക് മാറാ രോഗങ്ങൾ ഉണ്ടാവില്ല. ഇതെല്ലാം മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ മദ്ഹ് ചൊല്ലിയ കാരണം മാരക രോഗത്തിൽ ഞങ്ങളെ കാക്കണം റഹ്മാനെ, നീ ഞങ്ങളെ കാക്കണം റഹ്മാനെ. വിശിഷ്യ ഇവിടെ കൂടിയ മുഴുവൻ ആളുകൾ, ഉപ്പമാർ, ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, കുട്ടികൾ, പ്രത്യേകിച്ച് ഉസ്താദുമാർ, എല്ലാവരെയും നീ ഹബീബായ മുത്തിന്റെ കാവലിലാക്കണേ അല്ലാഹ്. ഈ റാഹത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗശയിൽ കിടക്കുന്നുണ്ട്. ഈ തൊട്ടടുത്തുള്ള വീട്ടിലൊരു ഉമ്മ സുഖമില്ലാതെ കിടക്കുന്നു എന്ന് ഉസ്താദ് പറഞ്ഞു. അല്ലാഹുവേ, നീ ശിഫ നൽകണേ അല്ലാഹ്, നീ ശിഫ നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ മദ്ഹ് നമുക്ക് എല്ലാത്തിനും ശമനമാണ്, എല്ലാത്തിനും ശിഫയാണ്. ബുർദ രചിച്ച ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി തങ്ങള് കിടപ്പ് രോഗിയായി, ഫാലജ് പിടിപെട്ടു, കുഴപാതകം പിടിപെട്ടു, വർഷങ്ങളായി കിടക്കുന്നു. എല്ലാ ഡോക്ടർമാരും കൈയഴിഞ്ഞു. ഇമാം ബുസൂരിക്ക് മരണമല്ലാതെ മറ്റൊരു ട്രീറ്റ്മെന്റ് ഇല്ല, വേറൊരു മെഡിസിനും മരിക്കുന്നില്ല. അപ്പോഴാണ് കിടപ്പറയിൽ കിടന്നുകൊണ്ട് ഏറ്റവും വലിയ ഡോക്ടറായ സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹ്, ആ മുത്തു റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് അവിടുന്ന് പറയുന്നു, അമിൻ തദക്കുരി ജീആനിം ബിദി സലബി. അങ്ങനെ തുടങ്ങിയിട്ട് ബുർദ പാടാൻ തുടങ്ങിയപ്പോൾ ഹബീബായ മുത്ത് ഉറക്കത്തിൽ വന്നിട്ട് ചോദിക്കുന്നു, അല്ലയോ ഇമാം ബുസൂരി, നിങ്ങൾക്ക് എന്ത് പറ്റി? അവിടുന്ന് പറയുന്നു, ഞാനിതാ വർഷങ്ങളായി കുഴഞ്ഞു കിടക്കുന്നു. അതങ്ങ് പറയേണ്ട താമസം, എന്റെ രോഗത്തിന് ശമനമായിട്ട് തങ്ങളെ മദ്ഹാണ് ഞാൻ ചൊല്ലിയത്, തങ്ങളെ മദ്ഹാണ് ഞാൻ നിർമ്മിച്ചത്. ഇതങ്ങ് പറഞ്ഞപ്പോൾ മുത്തായ തങ്ങളെ ആ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് തല മുതൽ കാല് വരെ അങ്ങ് തടവി കൊടുത്തു. ഇമാം